ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, സേഫാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് വിലക്കുറവിൽ, അതായത് 1 ദിർഹം തൊട്ട് 15 ദിർഹം വരെയുള്ള കിച്ചൺ സാധനങ്ങളും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിയ അതിൻ്റെ പ്രൈസും പിന്നെ അതെവിടെ നിന്നൊക്കെ വാങ്ങിച്ചു എന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐക്കയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണാം. അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ, ചില സാധനങ്ങൾ നമുക്ക് പുറത്ത് നല്ല വിലയുള്ള സാധനങ്ങൾ ഐക്കയിൽ ചെറിയ വിലക്ക് നമുക്ക് കിട്ടും, നല്ല ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടും. പല ആളുകൾക്കും ആ ഒരു അറിവില്ല. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഒരു ഡിഷ് ഡ്രെയിനർ, ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇത് 9 ദിർഹമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐക്യയുടെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിലുള്ള ഒരു സാധനമാണിത്, ഈ ഡിഷ് ഡ്രൈനർ. നെക്സ്റ്റ് ഈ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന ഡിഷ് റാക്ക്, ഇതിനും 9 ദിർഹം തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് കാണാനൊരു നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ നനവുള്ള പാത്രങ്ങൾ വെച്ചാൽ കേടായി പോകട്ടോ. അതുകൊണ്ട് ഞാൻ ഡ്രെയിൻ ആക്കി കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് പാത്രങ്ങൾ വെക്കാറ്. നെക്സ്റ്റ് ഇത് ഈ ഒരു ഗ്ലാസ്, നല്ല തിളക്കുന്ന വെള്ളമൊക്കെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഗ്ലാസ് ആണിത്. നല്ല ഹാർഡായിട്ട് നല്ല സോഡ കുപ്പിയൊക്കെ ഇല്ല, അതുപോലെ ഉണ്ട് ഇതിനെ കാണുമ്പോൾ. ഇത് നൈക്കിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് 4 എണ്ണത്തിന് ഒരു സെറ്റിൽ 12 ദിർഹമാണ് ഇതിൻ്റെ വില. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം കൂടി ആണിത്. പിന്നെ 3 ദിർഹമാണ്. പിന്നെ ഇതിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ, 15 ദിർഹമിന് കുഴിയുള്ള കയ്യിലൊക്കെ ആയിട്ടുള്ള സെറ്റ് ഉണ്ട്. അതിൽ 4 എണ്ണം വരും ആ സെറ്റിൽ. അപ്പോൾ എനിക്ക് ഇത് ഒന്നൻ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഒരെണ്ണത്തിന് 3 ദിർഹമാണ്. ഐക്കയുടെ പ്രൊഡക്റ്റ് ആണിത്. ഞാൻ കാണിക്കുന്നത് ഐക്കയുടെ കണ്ടെയ്നേഴ്സ്. ഇത് 17 ദിർഹമിന് 17 കണ്ടെയ്നേഴ്സ് ആണ്. താഴെ നമ്മൾ കിടക്കുന്ന ഈ താഴെയുള്ള കണ്ടെയ്നേഴ്സ് അറിയാമല്ലോ, ഹോം ബോക്സിന്റെ 19 ദിർഹമിന് 19 കണ്ടെയ്നേഴ്സ്. മുകളിലുള്ളത് നമ്മുടെ ഐക്കയുടെ കണ്ടെയ്നേഴ്സ് ആണ്. ഇതിൽ എല്ലാം ഒരേപോലെ അല്ല വരുന്നത്, ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് സ്ട്രക്ചറും ആണ്. ഇതുപോലൊക്കെ നല്ല നമുക്ക് ഫുഡൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നേഴ്സും കൂടിയാണത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്. ഐക്കയുടെ 3 ദിർഹമിന്റെ നമുക്ക് സ്പൂണൊക്കെ ഇതുപോലെ നല്ല വൃത്തിയോടെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റാക്കാണ്. 3 ദിർഹമാണ് കേട്ടോ. ഇതിന് വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ നമുക്ക് സ്പൂണൊക്കെ ഓരോരോ ഇതിൽ വെച്ചാൽ നമുക്ക് എടുക്കുമ്പോൾ തപ്പാൻ കുറേ പരതാനൊന്നും കുറേ പണിയൊന്നുമില്ല. ഇതുപോലെ നല്ല വൃത്തിക്ക് വെച്ചാലും മതിയാകും. നെക്സ്റ്റ് ഞാൻ ഈ ചെടി വെച്ചിട്ടുള്ള ഈ പോട്ടും ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 3 ദിർഹമാണ് ഒന്നിന്. ഇതുപോലെ നമുക്ക് കൊളത്തി വെക്കാൻ പറ്റും. ഇതിൻ്റെ സെറ്റ് ഉണ്ട്, കണ്ടെയ്നർ സെറ്റ് സംഭവം. നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റും. ആ സെറ്റിൽ വരുന്നത് ഒരു റെയിലിൽ 4 ഹുക്കും അതേപോലെ 2 ഈ സ്റ്റോറേജ് കണ്ടെയ്നറും ആണ്, 2 എണ്ണം. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ സ്പൂണൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് ഒന്നിൽ ചെടിയൊക്കെ വെച്ചിട്ട് കിച്ചണിൽ ഹാങ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. നല്ല കാണാൻ നല്ല ഒരു ലുക്കാണ് അതിന്. അപ്പോൾ വേണ്ടിയ പോലെ നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 3 ദിർഹമാണ്. സെറ്റാണെങ്കിൽ 2 കണ്ടെയ്നറും 4 ഹുക്കും അതുപോലെ അതിൻ്റെ റെയിലും കൂടിയിട്ട് വരുന്നതിന് സെറ്റിന് 15 ദിർഹമാണ്. നെക്സ്റ്റ് എൻ്റെ ഈ ഫിറ്റോണിയ ചെടിയും ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് പോട്ടും ഞാൻ വാങ്ങിയിരിക്കുന്നത് ഐക്കയിൽ നിന്നാണ്. ഇതിന് 5 ദിർഹമാണ്. ടോസ്റ്റർ നമുക്ക് ടേബിളിൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഡയറക്റ്റ് ടേബിളിൽ വെക്കാതിരിക്കാൻ ആണിത് വാങ്ങിച്ചത്. ഈ കോസ്റ്ററിന് നമുക്ക് ഒരു സെറ്റിൽ 3 എണ്ണത്തിന് 9 ദിർഹമിന് കിട്ടും. അതേപോലെ ഇതിൻ്റെ തിന്നായിട്ടുള്ളതുണ്ട്, 4 എണ്ണം ഒരു സെറ്റിൽ വരുന്നത്. തിക്കായിട്ടുള്ളതാണ്.
അതത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. അതിനേക്കാൾ മെച്ചം ഇതാണ്. അത് തിന്നായിട്ടുള്ളത് 4 ഒരു പാക്കിൽ വരുന്നതിന് 6 ദിർഹമാണ്. ഇത് 9 ദിർഹമാണ്. ചിലപ്പോൾ പ്രൈസ് ഡിഫറെൻ്റ് ഉണ്ടാവും കേട്ടോ. ഓഫറിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും പ്രൈസ്. ഇത് സെറ്റിൽ 3 വരുന്നത്, മറ്റേത് സെറ്റിൽ 4 വരുന്നത്. പക്ഷേ അതിന് പ്രൈസ് കുറവാണ്, 6 ദിർഹമാണ്. ഈ പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസറും ഞാൻ വാങ്ങിയിട്ടുള്ളത് IKEAയിൽ നിന്നാണ്. അതായത് നമുക്ക് കവറൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല കവറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ നല്ലൊരു ഉപകാരമാണ്. ഇത് നമുക്ക് ആണിയിൽ തൂക്കിയിട്ടും വെക്കാം, അതിനുപോലെ തന്നെ ഡബിൾ ടാപ്പിൽ ഒട്ടിച്ചും വെക്കാനും പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഡബിൾ ടാപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ആണിയിൽ തൂക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഇതിന് 8 ദിർഹമാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് IKEAയിൽ നിന്നല്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പം IKEAയിൽ നിന്ന് വാങ്ങിച്ച ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചതിന് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടത് പിന്നെ കാണിക്കാം. ഇത് സിറ്റി സെൻറ്ററിൽ നിന്ന് ഡെയ്സോയിൽ നിന്ന് വാങ്ങിയതാണ്. 7 ദിർഹമാണ് ഇത്. നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് സ്പോഞ്ചും അതുപോലെ പാത്രം കഴുകാനുള്ള കമ്പിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ വെള്ളം അതിൻ്റെ താഴെ ബേസിൻ്റെ താഴേക്ക് തന്നെ ഊറ്റിക്കോളും. മാത്രമല്ല എൻ്റെ ബേസിൻ്റെ താഴെ അവിടെ അങ്ങനെ വെക്കാനുള്ള നന്നായിട്ടുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ആണ് ഇതുപോലെ ഒന്ന് മതിലൊട്ടിച്ച് വെക്കാനുള്ളത് വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെയിറ്റുള്ള സാധനമൊക്കെ താങ്ങാൻ പറ്റും കേട്ടോ. നമ്മൾ മരുന്ന് ഇതിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ടുള്ള പാത്രം കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഡെയ്സോയിൽ നമുക്ക് ഈ 7 ദിർഹം തൊട്ടിട്ട് ഉള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് 7 ദിർഹം തൊട്ടിട്ടാണ് പ്രൈസ് തുടങ്ങുന്നത്. അപ്പോൾ 7 ദിർഹം തൊട്ടിട്ട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അടുക്കളയിലേക്ക് വാങ്ങിയ ബാക്കി സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് 2 വാങ്ങിയത് ചൈന മോളിൽ നിന്നാണ്. ഇത് ഒന്നിന് 1.5 ദിർഹമാണ്. ഇത് രണ്ടിനും ഇത് ഒന്നിനും അത് തന്നെയാണ്. 1.5 ഫുള്ളില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 1.5 ഫുള്ളില്ല, ഇതും 1.5 ഇല്ല. 1 ദിർഹമിന് താഴെയാണെന്നും തോന്നുന്നു. ഇതിൽ ഏതോ ഒന്ന് 1 ദിർഹമിന് താഴെയാണ് കേട്ടോ. 1.5 ദിർഹമാണ്. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാരണം ഞാൻ ഇപ്പോൾ വാങ്ങിയതല്ല, ഒരു കൊല്ലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചൈന മോളിൽ നിന്ന് വാങ്ങിയതാണ്. ഒരെണ്ണത്തിൻ്റെ വിലയാണ് പറഞ്ഞത്. ഇനി ബാക്കി സാധനങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് റാമീസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലക്കുറവിൽ നല്ല പാത്രങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് റാമീസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഒരെണ്ണത്തിന് 1 ദിർഹം സംതിങ് ആണ്. ഇതുപോലെ ഇതിൽ വേറെയും കളേഴ്സ് ഉണ്ട്. നമുക്ക് സെറ്റ് എന്നല്ല, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും അവിടെ നിന്ന്. ഇത് സെറാമിക് ആണ് സാധനം. അതേപോലെ തന്നെ ഇതും റാമീസിൽ നിന്ന് വാങ്ങിച്ച സെറാമിക് പോട്ടാണ്. നമുക്ക് കറിയൊക്കെ നമുക്ക് ടേബിളിൽ കൊണ്ടുവെക്കാനും അതുപോലെ ബാക്കി എന്തെങ്കിലും കറിയുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ തന്നെ മൂടി വെക്കാനൊക്കെ ഉപകാരപ്പെടുന്ന നമുക്കൊരു മൂലയ്ക്ക് ഇത് വെച്ചാൽ കാണാനൊരു ലുക്കും കിട്ടും. അതുപോലെ നമുക്ക് വിളമ്പിയിട്ടും കൊണ്ടുവെക്കാം. അപ്പോൾ ഇതിന് 10 ദിർഹമാണ് കേട്ടോ. ഇതും റാമീസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 5 6 അങ്ങനെ എന്തോന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല പ്രൈസ്. നല്ല എന്താണ് വെയിറ്റുള്ള സാധനമാണിത്. നെക്സ്റ്റ് ഇത് 1 to 10 ദിർഹം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ അറിയിക്കാം. കാരണം അത് കുറച്ച് ലോങ് ആവും. 1 to 10 ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ വീഡിയോ കുറച്ച് ലോങ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അത് ഇടുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.